ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്ന് റവ കേസരി ഉണ്ടാക്കാം. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഐറ്റമാണ് റവ കേസരി. എല്ലാവർക്കും അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഐറ്റമാണ്. നമുക്കതിലേക്ക് കിടക്കാം. 45 ml നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് മുന്തിരി ഒന്ന് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അതുപോലെ അണ്ടിപ്പരിപ്പോ ബദാമോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് അതൊക്കെ എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് വറുത്തിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് റവ ഇട്ട് കൊടുക്കണം. 200 ഗ്രാം റവ, 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് വറുത്തെടുക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കണം. ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ വറുക്കാത്ത റവയാണ്, പാക്കറ്റിൽ കിട്ടുന്ന വറുത്ത റവയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈം വേണ്ടി വരും. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കതൊന്ന് വറുത്ത് ഇങ്ങനെ ഒരു കുറച്ചൊരു കളറ് വ്യത്യാസമാക്കാൻ, ഇതൊരു ഗോൾഡൻ കളർ ആയി വരാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഗോൾഡൻ കളറായി കിട്ടും. ഈ വറുത്ത റവ എടുക്കുന്നവർക്ക് മാക്സിമം വറുത്ത റവ എടുക്കുക, എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇത് നന്നായിട്ടിപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്, ഗോൾഡൻ കളറ്. നമുക്കിതൊന്ന് ഈ ഒരു പാനിൽ നിന്ന് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ ആ പാനിലേക്ക് തന്നെ പാലെടുത്തിട്ടുണ്ട്. 2.25 കപ്പാണ് പാലെടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 550 ml പാലെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 2 തുള്ളി കളറ് ചേർത്തിട്ടുണ്ട്, ഫുഡ് കളറ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു ഓപ്ഷനിലാണ്, നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ പാല്. ആ പാലിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. കളറ് വേണമെന്ന് നിർബന്ധമില്ല. റവ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി മിക്സ് ആക്കിയാൽ മതി. അല്ലെങ്കിൽ ഒന്നാകെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് റവ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് ഇട്ട് കൊടുക്കുകയും ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുക്കുകയും ചെയ്താലും മതി. കളറ് വേണമെന്നില്ല. കളറിന് കുങ്കുമപ്പൂ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് പാല് കലക്കിയിട്ട് അത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് 2 തുള്ളി ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കേസരിക്ക് ഒരു ചെറിയൊരു മഞ്ഞ കളറാണ് ഉണ്ടാവുക, അതുകൊണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് 1 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തന്നെ അത് പാലിലേക്ക് മൊത്തം ഇട്ടപ്പോൾ തന്നെ ഒന്നാകെ അത് വെന്ത് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്ന ഒരു ഡെസേർട്ടാണ് ഈ ഒരു കേസരി. നല്ലോണം അതിൽ പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. പാലൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് പഞ്ചസാര, മധുരത്തിനായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണം. 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. നമുക്ക് ഇങ്ങനെ കുറച്ചായിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് ടൈം ഇളക്കുമ്പോൾ തന്നെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞിട്ട് വെള്ളമായിട്ട് വരും. ഇതുപോലെ പഞ്ചസാര അലിഞ്ഞ് വെള്ളമായിട്ടുണ്ട്. അതൊക്കെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ നമ്മൾ 200 ഗ്രാം പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. പാകത്തെ മധുരമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടാവുന്നതാണ്, നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട്. ഇപ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ അംശം കൂടിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വറ്റി കിട്ടുന്നതാണ്. നല്ലോണം വറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് 45 ml നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ വറുത്ത മുന്തിരിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഒന്ന് ഇടാം. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ കേസരിയൊക്കെ ഇത് നല്ലോണം വറ്റി വന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വിളമ്പാനുള്ള പ്ലേറ്റിലേക്ക് വിളമ്പാം. ഇത് ഞാനൊന്ന് സെറ്റാക്കാൻ വെക്കാനുണ്ടായത് കൊണ്ട് തന്നെ ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടോടെ നമ്മൾ സെറ്റാക്കാൻ നോക്കിയാൽ സെറ്റായി കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഷേപ്പായി ഒന്നും കിട്ടില്ല. നമുക്ക് ചൂടോടെ തന്നെ ഷേപ്പാക്കണം എന്നുണ്ടെങ്കിൽ ഷേപ്പാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയാം. നാടൻ കേസരിയാണ്, അടിപൊളിയാണ്. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പാലും റവയൊക്കെ തന്നെ ഉള്ളൂ മെയിനായിട്ടുള്ളത്. എല്ലാവരും ഉണ്ടാക്കി വെക്കാം.
ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം.